എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ ഇന്ന് പൊന്നിയിൻ സെൽവൻ 2 റിലീസായിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് എത്തിയുള്ളൂ. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തായാലും 1 ഇറങ്ങിയപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, എന്താണ് പൊന്നിയിൻ സെൽവൻ, എന്താണ് ആ ഒരു കൃതിയുടെ സാരാംശം, അതുപോലെ തന്നെ ആരാണ് രാജരാജ ചോഴൻ, പിന്നെ പാണ്ഡ്യന്മാരെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, പാണ്ഡ്യ ചോഴ യുദ്ധത്തെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, പാണ്ഡ്യന്മാരുടെ അവസാനത്തെ പറ്റിയിട്ടും ഒക്കെ കാര്യങ്ങൾ നമ്മൾ വിവരിച്ച് പല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾ പോലും മനസ്സിലൊരു പക്ഷേ ചിന്തിക്കാത്തൊരു ചോദ്യമായിരിക്കും എന്ന് പറയാൻ പോകുന്നത്. ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഈ 2 പാർട്ട് ഇരുന്ന് കണ്ടത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ്. അതിൻ്റെ കാരണം പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഈ കഥ അറിയാം, പിന്നെ ഈ രാജവംശങ്ങളോടൊക്കെ ഭയങ്കര ഒരു അഭിനിവേശമാണുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം സ്ക്രീനിൽ അതേപടി എടുത്ത് കാണിക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കോരിത്തരിച്ചിരുന്ന് കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ചിലവർക്ക് അങ്ങനെയാണല്ലോ, ഹിസ്റ്ററിയോട് ഭയങ്കര ക്രൈസ് ആയിരിക്കും. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ പക്കയായിട്ട് ഡെപ്പിക്റ്റ് കാണിക്കുമ്പോഴേക്കും നമ്മളത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ത്രില്ല് ഉണ്ടാകുമല്ലേ. അത് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഈ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് വന്നപ്പോഴും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത് ആക്ച്വലി പ്യുവർ ഹിസ്റ്ററി അല്ല. പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത് ശ്രീ കൽക്കി കൃഷ്ണമൂർത്തി അവരുടെ ഒരു ബൃഹത് നോവലാണ്, വലിയൊരു നോവലാണല്ലേ, ബേസ്ഡ് ഓൺ ഹിസ്റ്ററിയാണ്. അതായത് അദ്ദേഹം നോവൽ എഴുതിയപ്പോഴേക്കും ഇതിനകത്തേക്ക് കുറേ ഫിക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഈ ബുക്കിനെ, ഈ നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് യഥാർത്ഥ ചരിത്രം, നോവല്, സിനിമ. അപ്പോൾ സിനിമയിലേക്ക് എത്തിയപ്പോഴേക്കും നോവലില്ലാത്ത കുറച്ചുകൂടെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, കുറച്ച് എക്സ്ട്രാ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി പൊന്നിയിൻ സെൽവൻ കൃതിയിലേക്ക് വരുവാണെങ്കിൽ ആ കൃതിയിലൊരു മിസ്റ്ററി ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരു ചോദ്യചിഹ്നം പോലെ മുമ്പോട്ട് വയ്ക്കുന്നത് ആദിത്യ കരികാലൻ്റെ മരണമാണ്. ആദിത്യ കരികാലനെ ആരാണ് കൊന്നതെന്ന് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമാണ് നോവലിൽ അവസാനം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷേ ശരിക്കുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉടിയാർക്കുടി ഇൻസ്ക്രിപ്ഷൻസ് പ്രകാരം, അതായത് ഉടിയാർക്കുടിയിൽ അനന്തീശ്വര ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമാണ്, തമിഴ്നാട്ടിലാണ്. അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ കൽവെട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം പറയുവാണെങ്കിൽ ആദിത്യ കരികാലൻ, അതായത് ഈ ഒരു സിനിമയിൽ ചിയാൻ വിക്രമണ റോൾ ചെയ്യുന്നത്, ആദിത്യ കരികാലനെ കൊന്നത് സോമൻ, രവിദാസൻ, പരമേശ്വരൻ എന്നീ 3 പേർ ചേർന്നായിരുന്നു എന്നാണ് ആ ഒരു കൽവെട്ടിൽ എഴുതി വെക്കുന്നത്. നമുക്കത് വിശ്വസിക്കാനല്ലേ തൽക്കാലം മാർഗമുള്ളൂ അല്ലേ. അപ്പോൾ ഇവരെന്ന് പറയുന്നത് പാണ്ഡ്യ രാജാവായിട്ടുള്ള വീരപാണ്ഡ്യൻ്റെ അനുയായികളായിരുന്നു. ആദിത്യ കരികാലനാണ് വീരപാണ്ഡ്യൻ്റെ തലയറുത്തെടുത്തത് അല്ലേ. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് അതിൻ്റെ പക അവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ പക വീട്ടാനായിട്ടാണ് ഇവർ ഈ ഒരു ആദിത്യ കരികാലനെ കൊന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ 3 പേര്, രവിദാസൻ എന്നൊക്കെയുള്ള കഥാപാത്രം അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ പേരെടുത്ത് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. ആദിത്യ കരികാലൻ്റെ മരണമാണ് നോവലിൽ മിസ്റ്ററി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് സോൾഡ് ആയിട്ടുള്ള കാര്യമാണല്ലേ. പക്ഷേ നമ്മൾ ആരും ചിന്തിക്കാത്ത, നോവലിലോ അല്ലെങ്കിൽ യഥാർത്ഥ ചരിത്രത്തിലോ സിനിമയിലോ ഒന്നും ഇല്ലാത്തൊരു വളരെ നിഗൂഢമായിട്ടുള്ള മിസ്റ്ററി ഉണ്ട്. മറ്റൊന്നുമല്ല, രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള, രാജാതിരാജനായിട്ടുള്ള, ജനങ്ങളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള രാജരാജ ചോഴൻ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഈ സിനിമയിൽ ജയൻ രവിയാണ് ആ ഒരു വേഷം അഭിനയിക്കുന്നത് അല്ലേ. ഏറ്റവും വാഴ്ത്തപ്പെട്ട, തമിഴകത്തിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ട രാജാവായിരുന്നു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു രാജരാജ ചോഴൻ ഒന്നാമനല്ലേ. നമ്മൾ ആദിത്യ കരികാലൻ്റെ മരണത്തെ പറ്റി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടെയുള്ള ഒരുപാട് പേരുടെ മരണത്തെ പറ്റിയിട്ട് ഒക്കെ സംസാരിക്കുമ്പോഴും സിനിമയിലാണെങ്കിലും നോവലിലാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും ഒക്കെ അത് ഓൾമോസ്റ്റ് സോൾഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല രാജരാജ ചോഴൻ്റെ മരണത്തെ പറ്റിയിട്ട്. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്, അദ്ദേഹത്തിൻ്റെ ശവകുടീരമുണ്ടോ അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം രാജരാജ ചോഴൻ എന്ന് പറയുന്നത് തമിഴകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവായിരുന്നു, ജനങ്ങളുടെ രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും കാര്യമെടുത്ത് ജനങ്ങൾക്ക്, ബാക്കി ഏത് വീരശൂര പരാക്രമിയെക്കാലൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു രാജാവായിരുന്നു രാജരാജ ചോഴൻ എന്നുള്ളത്. നമുക്കിപ്പോൾ ബാഹുബലി സിനിമ നോക്കുവാണെങ്കിൽ കാണാം, ബാഹുബലി ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നില്ല. അതുപോലെയായിരുന്നു രാജരാജ ചോഴൻ യഥാർത്ഥത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ തോന്നിയേക്കാം, ഇത്രയും വലിയ മഹാനായിട്ടുള്ള രാജാവ് മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം, ഒരു ശവകുടീരം, ഒരു ബലികുടീരം ഇല്ലേ, ഒരു ക്ഷേത്രം പണിതിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്മാരകം എവിടെയാണ്, അദ്ദേഹത്തിന് എവിടെയാണ് ഈ ചിതയിൽ ദഹിപ്പിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. ശരിയാണ്, ഇത്രയും മഹാനായിട്ടുള്ള, ഇത്രയും മുടിചൂടാ മന്നനായിട്ടുള്ള രാജാവായിട്ടുള്ള രാജരാജ ചോഴൻ്റെ ഈ സ്മാരകം എവിടെയാണ്, ശവകുടീരം എവിടെയാണ്, അത് ഒന്ന് ചിന്തിച്ചിട്ടില്ല എല്ലാവരും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. അതായത് രാജരാജ ചോഴൻ എന്നാണ് മരണപ്പെട്ടത്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നതാണോ അതോ സ്വാഭാവിക മരണമായിരുന്നോ, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം എവിടെയാണ് ചിതയിലിരിച്ചത്, എവിടെയാണ് ദഹിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന മുമ്പ് നമ്മൾ ഇതിലെ പ്രധാന ഫാക്ടർ, എല്ലാ വീഡിയോയിലെ പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ചോഴന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുണ്ടായിരുന്ന
കൊടിയ ശത്രുതയാണല്ലോ, വലിയ യുദ്ധങ്ങളായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ചോഴന്മാർ വളരെ വീക്കും, പാണ്ഡ്യന്മാർ വലിയ ശക്തരായിട്ട് ദേശം ഭരിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് ചോഴന്മാർ ശക്തി ആർജിച്ചു വന്ന് പാണ്ഡ്യന്മാരെ യുദ്ധം ചെയ്ത് കംപ്ലീറ്റ് തുരത്തി വേറെ സ്ഥലത്തേക്ക് ഓടിക്കുകയാണ്. ഈ ഒരു രാജരാജ ചോഴന് ഏകദേശം 200 വർഷങ്ങൾക്കപ്പുറം 1279 കാലഘട്ടങ്ങളൊക്കെ പാണ്ഡ്യന്മാർ വളരെ ശക്തി ആർജിക്കുകയാണ്. ആ സമയത്ത് ചോഴ സാമ്രാജ്യം വീക്കായിയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇവർ റിവഞ്ച് അടിക്കുകയാണ്. പാണ്ഡ്യന്മാർ ചോഴന്മാരെ കംപ്ലീറ്റ് ആയിട്ട് വന്ന് ആക്രമിച്ച് ഉന്മൂലനം ചെയ്യുകയാണ്. അത് മരവർമ്മ സുന്ദരപാണ്ഡ്യൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോഴദേശമൊക്കെ ചുട്ടരിക്കുകയാണ്, തീയിൽ ലിറ്ററലി ചുട്ടരിക്കുക എന്ന് പല ചരിത്ര രേഖകളും പറയുന്നു. അപ്പോൾ അത്രത്തോളം ഒരു റിവലറി, ഒരു പ്രശ്നങ്ങൾ, യുദ്ധങ്ങളുമായിരുന്നു ഇവർക്കിടയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രത്തോളം പകയുണ്ടായിട്ടാണ് ചോഴദേശത്തെ കംപ്ലീറ്റ് പാണ്ഡ്യന്മാർ വന്ന് ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കുന്നതല്ലേ. അങ്ങനെ ഉന്മൂലനം ചെയ്യുമ്പോഴേക്കും ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന രാജരാജ ചോഴൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇവർ എത്രത്തോളം എക്സ്ട്രീം അവസ്ഥ വരെ പോയി എന്ന് കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണിത്. രാജരാജ ചോഴൻ്റെ അല്ലെങ്കിൽ ചോഴ സാമ്രാജ്യത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസ്, ഒരു അവശേഷിപ്പ് പോലും ഇല്ലാതെ തുടച്ചു നീക്കണം, അത്രത്തോളം പകയുള്ളിൽ കൊണ്ട് നടന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണിത്. പല ചരിത്രകാരന്മാരെ മുമ്പോട്ട് വയ്ക്കുന്ന വാദം എന്തെന്ന് കഴിഞ്ഞാൽ രാജരാജ ചോഴൻ തൻ്റെ അവസാനത്തെ 7 വർഷം ജീവിച്ചത് ഒരു ശിവപാദ സേവകനായിട്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ 60 വയസ്സ് വരെ അദ്ദേഹം ജനങ്ങൾക്ക് കൺകണ്ട ദൈവമായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവായിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് ജീവിച്ചു. സുഖ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ഘോരമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിയല്ല. യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു, കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ പിടിച്ചെടുത്തു, തിരുവനന്തപുരത്ത് കാന്തല്ലൂർ ശാല ഉണ്ടായിരുന്നു അല്ലേ, കാന്തല്ലൂർ ശാല പിടിച്ചെടുത്തു. അതുപോലെ തന്നെ മാൽഡീവ്സ്, ഇന്നത്തെ മാൽഡീവ്സ് അവിടെ പോയി പിടിച്ചെടുത്തു. ശ്രീലങ്ക, അദ്ദേഹത്തിന് പക്ക ഒരു നേവി ഉണ്ടായിരുന്നു. അതായത് ആഴക്കടലിൽ പോലും ശക്തമായിട്ടുള്ള ഒരു നേവി, അത്രയും പവർ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു രാജരാജ ചോഴൻ എന്ന് പറയുന്നത്. ശ്രീലങ്ക, മാൽഡീവ്സ് ഒക്കെ പിടിച്ചെടുത്തു. പിന്നെ കർണാടകയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നല്ല ശതമാനവും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലം, വേണാട്, കൊടുങ്ങല്ലൂർ ഒക്കെ അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്ര വീരശൂര പരാക്രമിയായി ജീവിച്ച ഒരു മനുഷ്യനാണ് അല്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഒരു രാജാവിൻ്റെ ധർമ്മങ്ങളെല്ലാം നിറവേറ്റിയ ഒരു മനുഷ്യനാണ്. അങ്ങനെ 60 വയസ്സ് വരെ ഇത്രത്തോളം സ്വത്തും സമ്പാദ്യവും, കുറേ ഭാര്യമാരുണ്ടായിരുന്നു, കുട്ടികൾ പലതും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് 60ാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ഒരു സന്യാസത്തിന് പോവുകയാണ്. ഒരു സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ഇതെല്ലാം ഉപേക്ഷിച്ച് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ താമസിച്ച് അവിടെ മരിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളിപ്പടൈകളെ പറ്റിയിട്ടാണ്. എന്താണ് പള്ളിപ്പടை എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോഴ രാജവംശത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജാക്കന്മാരും മരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്മാരകം പണിയും. ആ സ്മാരകങ്ങൾ ക്ഷേത്രങ്ങളായിരുന്നു. ഇപ്പോൾ രാജരാജ ചോഴൻ്റെ കാലത്ത് അദ്ദേഹം 3 പള്ളിപ്പടൈകൾ പണിതിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള അരിഞ്ചയ ഈശ്വര ടെമ്പിളാണ്. അത് അദ്ദേഹത്തിൻ്റെ പൂർവികനായിട്ടുള്ള അരിഞ്ചയ ചോഴൻ്റെ സ്മാരകമായിട്ട് അദ്ദേഹം പണിത ടെമ്പിളാണ്. ഈ ഒരു ക്ഷേത്രം ഉള്ളത് മേൽപ്പടി, വെല്ലൂരിലുള്ള മേൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് നമുക്ക് ഇന്നും പോയാലും കാണാൻ പറ്റുമല്ലോ. അപ്പോൾ രാജരാജ ചോഴൻ തന്നെ 3ഓളം വരുന്ന ഈ ഒരു പള്ളിപ്പടൈകൾ നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൂർവികരെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് അവർ മരിക്കുമ്പോഴേക്കും ഇതെങ്ങനെയാണ് നോക്കുവാണെങ്കിൽ അവർ മരിക്കുമ്പോഴേക്കും അവരെ അവിടെ ആയിരിക്കും ചിതയിലിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് ചിതയിരിച്ച ശേഷം അവരുടെ അസ്ഥികൾ ഒരു മൺകുടത്തിലാക്കി ഇവിടെ കുഴിച്ചിട്ട ശേഷം ഒരുപാട് പൂജയും കർമ്മങ്ങളൊക്കെ ഉണ്ടാകും. അതിന് മുകളിൽ ഒരു സ്മാരകം പണിയുക ഇന്നും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ പൂർവികർ മരിക്കുമ്പോഴേക്കും ആ ഒരു അസ്ഥി കടലിൽ നിമജ്ജനം ചെയ്യും. ബാക്കി വരുന്ന അസ്ഥി നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ കുഴിച്ചിട്ട ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്മാരകം കെട്ടിയാണ് പതിവ്. അല്ലെങ്കിൽ അവരെവിടെയാണോ ചിതയിലിരിച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ സ്മാരകം വെച്ച് വിളക്കൊക്കെ കത്തിക്കുന്നത്. പലരുടെയും വീട്ടിൽ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമാണല്ലേ. അത് തന്നെയായിരുന്നു പണ്ടും നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ രാജാക്കന്മാരായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സ്മാരകത്തിന് പകരം അവരവിടെ നിർമ്മിച്ചിരുന്നത് ക്ഷേത്രങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രാജരാജ ചോഴൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് 3ഓളം പള്ളിപ്പടൈകൾ. അപ്പോൾ ഈ സ്മാരകമാണ് പള്ളിപ്പടൈകൾ, പക്ഷേ അത് ക്ഷേത്രങ്ങളായിട്ടാണ് പണിയുന്നത്. അങ്ങനെയെങ്കിൽ രാജരാജ ചോഴനും ഒരു പള്ളിപ്പടை അദ്ദേഹത്തിൻ്റെ മകൻ നിർമ്മിച്ചിട്ടുണ്ടാകത്തില്ല. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് രാജേന്ദ്ര ചോഴൻ ഒന്നാമനാണ്. നിസാരക്കാരൊന്നുമല്ല, ചോഴ സാമ്രാജ്യത്തിലെ മറ്റൊരു വീരശൂര പരാക്രമിയാണ്. ഏറ്റവും മഹത്തായിട്ടുള്ള മറ്റൊരു രാജാവാണ് രാജേന്ദ്ര ചോളൻ, അത് നിസ്സംശയം പറയാൻ പറ്റുമല്ലേ. അപ്പോൾ തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാൾ കേമൻ, അല്ലെങ്കിൽ അത്രയും വാഴ്ത്തപ്പെട്ട രാജാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അത്രയും മഹാനായിട്ടുള്ള ഒരച്ഛന് വേണ്ടിയിട്ട് മകൻ ഒരു പള്ളിപ്പടை പണിയാതിരിക്കുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഉടയല്ലൂർ ഗ്രാമത്തിലുള്ള കൈലാസനാഥർ ക്ഷേത്രമാണ്. അപ്പോൾ ഈ കൈലാസനാഥർ ക്ഷേത്രമാണ് രാജരാജ ചോഴൻ്റെ പള്ളിപ്പടை എന്നാണ് പല ചരിത്രകാരന്മാരും മുമ്പോട്ട് വയ്ക്കുന്ന വാദം. അതിന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പടை നിർമ്മിക്കുന്നതിന് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ജോമെട്രിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആഗമ എന്ന് പറയുന്ന ഒന്നായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ആഗമയിൽ പറയുന്ന അതേ നിയമപ്രകാരമാണ് ഒന്നാമത്തെ കാര്യം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. അപ്പോൾ കിഴക്കോട്ട് നിർമ്മിക്കുന്നത് ഈ ഒരു
കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മരണം കൈവരിച്ചവർക്കാണ്. ഇനി സ്വാഭാവിക മരണം കൈവരിക്കാത്തവരാണെങ്കിൽ എങ്ങനെ അത് നിർമ്മിക്കുമെന്ന് നമുക്ക് കുറച്ച് വേണ്ടി സംസാരിക്കാം. ഇതിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിഴക്കോട്ട് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു ശ്രീകോവിലുണ്ടല്ലോ, ശ്രീകോവിലിൻ്റെ പുറത്തായിട്ട് ഒരു വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കൽവെട്ട് കാണാൻ പറ്റും. അതായത് ഒരു ശിവലിംഗം, അതിൻ്റെ താഴെ ഒരു ശിവപാദ സേവകനെ പോലെ ഒരു സന്യാസി ഇങ്ങനെ കാല് തൊട്ട് നമിച്ച് നമ്മൾ നമസ്കരിക്കുമല്ലോ, അതുപോലെ നമസ്കരിക്കുന്ന ഒരു സ്തൂപം അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപക്ഷെ സൂചിപ്പിക്കുന്നത് ഈ ഒരു രാജരാജ ചോഴൻ തൻ്റെ അവസാന കാലഘട്ടങ്ങൾ, അവസാന 7 വർഷങ്ങളിൽ ഒരു ശിവപാദ സേവകൻ, ഒരു സന്യാസിയായി മാറി എന്നുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹം വലിയൊരു ശിവഭക്തനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മൊത്തം തന്നെ അദ്ദേഹം വലിയൊരു ശിവഭക്തനായിരുന്നു. അദ്ദേഹമാണ് തഞ്ചാവൂരിലെ ബൃഹദ്ദേശ ക്ഷേത്രം അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നാൽ ഇന്നും തലയെടുപ്പോടെ ആ ഒരു നിർബന്ധിക്കുകയാണ്. അപ്പോൾ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാശിയിൽ നിന്നും 4ഓളം വരുന്ന പണ്ഡിറ്റുകളെ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ചില രേഖകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു ആഡംബര രീതിയിൽ വലിയൊരു സെലിബ്രേഷൻ ആയിട്ടായിരുന്നു അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ശിവപാദസേവകനായിട്ട്, അത് ശിവഭക്തൻ എന്ന് മാറിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു സന്യാസ ജീവിതം നയിച്ച് ഈ ഒരു ശിവൻ്റെ പാദസേവകനായിട്ട് അവിടെ മാറി എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കൊത്തുപണി, എന്താ പറയുക, കൽവെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാറിയിട്ടൊരു ദേവിയുടെ വിഗ്രഹം കൂടെയുണ്ട്. സാധാരണ ഈ പള്ളിപ്പടകളിൽ ദേവിയുടെ വിഗ്രഹം കാണാറില്ല. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഒരു 200 വർഷം മുമ്പൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാകാം എന്നാണ് പറയുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് വർഷം 1014 ഈ പള്ളിപ്പട എന്ന് പറയുമ്പോഴേക്കും ആദ്യം അവിടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു ശിവലിംഗം മാത്രമാണ്. പിന്നീടാണ് അതിൻ്റെ പൂർവികരും മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ ഒക്കെ അവിടെ വലിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മരിച്ചപ്പോഴേക്കും അവിടെ ചെറിയൊരു സ്മാരകം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 98 വർഷത്തോളം അതവിടെ നിലനിന്നു. പിന്നീട് അത് നശിച്ചു പോയെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ മകനായിട്ടുള്ള ഗ്രാൻഡ് സൺ ആയിട്ടുള്ള കുലോത്തുംഗ ചോഴനാണ് ഇത് പുതുക്കി ഈ ഒരു ക്ഷേത്രം പണിതതെന്നുമാണ് പല രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ ഇത് രാജരാജ ചോഴൻ്റെ പള്ളിപ്പടയായിട്ട് എല്ലാവരും കണ്ട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറത്ത് ഓട്ടത്തോപ്പ എന്ന് പറയുന്നത്, ഓട്ടത്തോപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, നത്തിങ്. തോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂന്തോപ്പ്, തോട്ടം. അതുപോലെ തന്നെ ഓട്ടത്തോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ട് മറ്റൊരു ഹാഫ് ബറീഡ് ആയിട്ടുള്ള പകുതി മണ്ണിൽ പൂണ്ടിരിക്കുന്ന ഒരു ശിവലിംഗം കണ്ടെത്തുന്നത്, അല്ലേ. അപ്പോൾ ഇത് കണ്ടെടുത്തപ്പോഴേക്കും പലരും പറഞ്ഞു ഇതാണ് ശരിക്കും പറഞ്ഞാൽ രാജരാജ ചോഴൻ്റെ ഈ ഒരു പള്ളിപ്പട, ഇവിടെയാണ് രാജരാജ ചോഴനെ അടക്കം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ ശിവലിംഗത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടാണ്, വെസ്റ്റിലേക്കാണ്. അന്നത്തെ ഈ ഒരു ആഗമ നിയമപ്രകാരം അതാണ് ഞാൻ പറഞ്ഞത്, കിഴക്കോട്ട് ദർശനമാണെങ്കിൽ അത് സ്വാഭാവിക മരണം, ഒരു നാച്ചുറൽ ആയിട്ടുള്ള മരണം കൈവരിച്ച ഒരു വ്യക്തിക്കാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. മറിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ വീരമൃത്യുവൊക്കെ വരിച്ചു കഴിഞ്ഞാൽ അവരുടെ പള്ളിപ്പടയുടെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടായിരിക്കും. അപ്പോൾ പലരും പറയുന്നത് ഇതായിരിക്കും ആദിത്യ കരികാലൻ്റെ പള്ളിപ്പട എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ഓട്ടത്തോപ്പിൽ ആ ഒരു ശിവലിംഗം കണ്ടെടുത്തല്ലോ, ഒരുപക്ഷെ ആദിത്യ കരികാലനെ ഇവിടെ വെച്ചായിരിക്കും അവർ കൊന്നിട്ടുള്ളത്, അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ശിവലിംഗം ഇവിടെ വെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അറിയത്തില്ല, പല ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ. നമുക്ക് ഊഹിച്ച് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് എടുക്കാനേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എഴുത്തുകളോ മറ്റെന്തെങ്കിലും ചരിത്രങ്ങൾ വേണം. ഇപ്പോൾ ഉടയാർക്കുടി ഇൻസ്ക്രിപ്ഷൻസിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൈലാസനാഥർ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് പാൽക്കുലത്തി അമ്മൻ ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം ശിവപാദ സേവകനായിരുന്നു. ഈ ഒരു കാശിയിൽ നിന്ന് കുറച്ച് പണ്ഡിറ്റ്സുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഗ്രഹാരങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പാൽക്കുലത്തി അമ്മൻ ക്ഷേത്രത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. അതായത് ഈ ഒരു പകുതി പൂണ്ടിരിക്കുന്ന ശിവലിംഗമുണ്ടല്ലോ, അതിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞ് എന്തായിരിക്കാം? ഒരു പക്ഷേ ആദിത്യ കരികാലന് വേണ്ടിയിട്ടുള്ള പള്ളിപ്പടയാണെങ്കിൽ, അതായത് ആദിത്യ കരികാലൻ നമ്മുടെ ഈ സിനിമയിലൊക്കെ മൊത്തം അദ്ദേഹത്തിൻ്റെ കഥയാണ് കാണിക്കുന്നത്. പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞിട്ടില്ല, പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രാജരാജ ചോഴൻ ആണ്, പൊന്നിയുടെ മകൻ, അത് ഇദ്ദേഹമാണല്ലേ. പക്ഷേ സിനിമയിലുടനീളം കാണിക്കുന്നത് നമ്മുടെ ചിയാൻ വിക്രമിൻ്റെ എപ്പിക്, ആദിത്യ കരികാലിൻ്റെ എപ്പിക്കാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ അപ്പോൾ ഇത്രയും മഹാനായിട്ട് ആദിത്യ കരികാലിന് വേണ്ടിയിട്ട് പള്ളിപ്പടയില്ലേ, അതാണ് പലരും പറയുന്നത്. ഈ ഒരു പകുതി പൂണ്ട ശിവലിംഗം കണ്ടെടുത്ത സ്ഥലത്ത് മറ്റൊരു പള്ളിപ്പട ഉണ്ടായിരുന്നിരിക്കാം. അതിനുശേഷം 1279 അന്നാണ് മരവർമ്മ സുന്ദര പാണ്ഡ്യൻ്റെ നേതൃത്വത്തിലുള്ള പാണ്ഡ്യപ്പട ചോഴവംശത്തെ ചുട്ടിരിക്കുന്നത്. അപ്പോൾ വലിയൊരു അറ്റാക്കായിരുന്നു അത്. അന്ന് ചോഴന്മാർ വീക്കായിരുന്നു, വലിയ ശക്തി ഇല്ലാത്തവരായിരുന്നു, അങ്ങനെ ചുട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ പള്ളിപ്പട ഒരുപക്ഷെ തകർത്തിട്ടുണ്ടാകാം. തകർത്ത് ആ ഒരു ശിവലിംഗം മാത്രം, ക്ഷേത്രം തകർത്തു അല്ലെങ്കിൽ സ്മാരകം തകർത്തു, ആ ശിവലിംഗം മാത്രം താഴത്തോട്ട് പോയി അങ്ങനെ അവിടെ പൂണ്ട് കിടക്കുന്നതായിരിക്കാം എന്നൊക്കെയുള്ള പല അസംഷനുമുണ്ട്. അപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്തെടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് ചരിത്ര രേഖകളില്ല. പിന്നെ കുറച്ചൊക്കെ ഉള്ളത് ഉടയാർക്കുടി ഇൻസ്ക്രിപ്ഷൻസ്, ഈ ഒരു പാൽക്കുളത്തി അമ്മൻ ക്ഷേത്രത്തിലെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ മാത്രമാണ്. എന്തായാലും ഇത്രയും വലിയ ജനങ്ങളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ഇതിഹാസമായിട്ടുള്ള രാജരാജ ചോഴൻ ഉറപ്പായിട്ടും
ഒരു ഇത് പണിയാതിരിക്കും. അദ്ദേഹത്തിൻ്റെ മകനാരാണ്? അതാണ് പറഞ്ഞത്. മകൻ എന്ന് പറഞ്ഞാൽ മറ്റ് വീരശൂര പരാക്രമിയായിട്ടുള്ള രാജേന്ദ്ര ചോഴനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെട്ട തൻ്റെ അച്ഛൻ്റെ പേരിൽ രാജേന്ദ്ര ചോഴൻ പള്ളിപ്പട പണിയാതിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഉഡയല്ലൂർ ജില്ലയിലെ കൈലാസനാഥർ ക്ഷേത്രം എന്ന് പറയുന്ന. അപ്പോൾ ഞാൻ പോയിട്ടില്ല. പോയിട്ട് നമുക്ക് ഈ ഒരു സ്കൾപ്ചേഴ്സിൻ്റെ ഈ ഒരു നമ്മുടെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിലാണ് കാണുന്നത് മറ്റൊരു ശിവൻ്റെ താഴെയായിട്ട് ഒരു ഇങ്ങനെ നമ്മൾ നമസ്കരിക്കുമല്ലോ, ഒരു സന്യാസിയെ പോലുള്ള ഒരാളിങ്ങനെ നമസ്കരിച്ച് കിടക്കുന്ന കൊത്തുപണിയും ശില്പങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ സൂചിപ്പിക്കുന്നത് ഈ ഒരു രാജരാജ ചോഴൻ തൻ്റെ അവസാനത്തെ കാലഘട്ടങ്ങളിൽ ഒരു ശിവപാദ സേവകനായി എന്നുള്ളതായിരിക്കാം. ഇനി നമ്മളൊരു കാര്യം നോക്കേണ്ടത്, ഇത്രയും മഹാനായിട്ടുള്ള രാജരാജ ചോഴനെ അല്ലെങ്കിൽ രാജേന്ദ്ര ചോഴനെ മറ്റ് ഇതിഹാസ തമിഴ് വംശത്തിലെ രാജാക്കന്മാർ, അത് പാണ്ഡ്യന്മാരിലുണ്ട് കേട്ടോ. ഒരു അല്ലാതെ നമ്മൾ ചോഴന്മാർ മാത്രമല്ല ചേരന്മാരിലുണ്ട്. എല്ലാ രാജവംശങ്ങളിലും ഇതിഹാസ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ. എന്തായാലും ഈ 3 ക്രൗണ്ട് കിങ്ഡംസ് ഓഫ് തമിഴകം, ചോഴ, ചേര, പാണ്ഡ്യന്മാരെടുക്കുകയാണെങ്കിൽ തന്നെ ഈ രാജാക്കന്മാരുടെ പേരിൽ എന്തെങ്കിലും അനുസ്മരണങ്ങളോ അല്ലെങ്കിൽ അവരെ ഓർക്കാനായിട്ട് എന്തെങ്കിലും ദിനങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ നോർത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള രാജാവാണ് ഛത്രപതി ശിവജി മഹാരാജല്ലേ. അദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കാര്യം എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അതുപോലെ സമാനമായിട്ടുള്ള ഒന്ന് നമുക്ക് രാജരാജ ചോഴൻ്റെയൊക്കെ പേരിൽ നടത്തിക്കൂടെ? ഇപ്പോൾ നമ്മൾ മലയാളികൾ തമിഴ്നാട്ടിൽ പോലും നടത്തുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതോർത്തിട്ട് മാത്രമാണ് എനിക്കൊരു ദുഃഖമുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇതിഹാസ പുരുഷനായിട്ടുള്ള ഈ രാജാവിനെ ആരും സ്മരിക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പരിപാടിയും സംഘടിപ്പിക്കാത്തത്? അപ്പോൾ അതൊക്കെ നടക്കട്ടെ. അദ്ദേഹത്തെ ഓർമ്മിക്കാനായിട്ട് ഒരു ദിവസം എടുത്ത് സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും വാഴ്ത്തപ്പെട്ട ഒരു രാജാക്കന്മാരിൽ ഒരാളായിരുന്നു രാജരാജ ചോഴൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സംഭവം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇവരുടെ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം ഇങ്ങനെ കയറും, എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അന്ന് പാണ്ഡ്യ ചോഴ യുദ്ധം അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അന്ന് നശിപ്പിക്കലായിരുന്നല്ലോ. ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നശിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ 1001 സിനിമയിൽ നമ്മൾ ആ സിനിമയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 1001 സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യന്മാർ ആക്രമിക്കപ്പെടുന്നു, പാണ്ഡ്യന്മാരുടെ ദേശം ചുട്ടുചാമ്പലാക്കുന്നു. അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയുടെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യന്മാർ ചോഴന്മാരുടെ ദേശം ചുട്ടിരിക്കുന്നു അല്ലേ. അത് മനോരമ സുന്ദരപാണ്ഡ്യൻ്റെ നേതൃത്വത്തിലുള്ള ചോഴ സംഘം, പാണ്ഡ്യ സംഘമായിരുന്നു ചോഴന്മാരുടെ ദേശം ചുട്ടരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മോഡൽ സൈനിങ് ഔട്ട്.